ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമായിരുന്നു. ഇടിയപ്പത്തിൻ്റെ ബാക്കി വന്ന മാവ് കൊണ്ട് ചെറിയ ചെറിയ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 4 മണിക്ക് നമുക്ക് കഴിക്കാൻ നല്ലതാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. പിന്നീട് ചക്ക അടക്കൽ അപാരതയാണ്. ഒരു ചക്ക അടത്തിയിട്ടിട്ടുണ്ട്. അധികം പിളഞ്ഞിട്ടൊന്നുമില്ല, എങ്കിലും ഉച്ചക്കലത്തേക്ക് കറിക്ക് എടുക്കാം എന്നുള്ള പരുവത്തിൽ ഒരു ചക്ക അടത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് വൃത്തിയാക്കുകയാണ്. ചക്ക അടത്തിയാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ചേട്ടനും കൂടെ സഹായിച്ചത് മുറിച്ചൊക്കെ തന്നു. അതിനുശേഷം അത് ഓരോന്നോരോന്നായിട്ടിരുന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ചക്കയ്ക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കയുടെ വെള്ളമൊക്കെ കയറി കഴിയുമ്പോൾ ചക്കയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും ഒരു ചക്ക മൊത്തം വേണ്ട, കുറച്ച് ചക്ക എടുത്തിട്ടുള്ളൂ. കുറച്ച് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കൊടുത്തു. അതിൻ്റെ ബാക്കി എടുത്ത് ഞാൻ ഇങ്ങനെ അരിയുകയാണ്. അത് നമ്മൾ ഒരാൾ തനിയെ ഇരുന്ന് ചക്ക വൃത്തിയാക്കി അരിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നാവും. ചക്ക അരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി വെക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ, പെട്ടെന്നാവും. അങ്ങനെ ചക്കയും ചക്കക്കുരു എല്ലാം കൂടെ ചേർത്തിട്ട് റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ വങ്കടയാണ് കിട്ടിയത്. 2 വങ്കട വാങ്ങിയിട്ടുണ്ട്. പിന്നീട് ഇന്ന് തൂത്തുവാരി തുടയ്ക്കാനായിട്ട് ഒരു കൊച്ച് വരുന്നുണ്ട്. അത് വന്നിട്ടുള്ളത് കൊണ്ടാണ് ചക്ക വെക്കാമെന്ന് തന്നെ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാൻ ഒരു രസമുണ്ടല്ലോ, അതുകൊണ്ട്. അങ്ങനെ ചക്ക ആ കൊച്ച് തൂത്തുവാരി തുടയ്ക്കുന്നതാണ് കാണുന്നത്. അത് മാസത്തിലൊരു പ്രാവശ്യമൊക്കെ ആ കൊച്ചിനെ വിളിച്ച് ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യും. അന്നേരം മൊത്തത്തിലൊന്ന് തൂത്തുവാരി തുടയ്ക്കാനൊക്കെ കൊച്ച് വരുന്നതുകൊണ്ട് നടക്കും. അങ്ങനെ ചക്കയും മീൻകറിയും സാമ്പാറും ഒക്കെയാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിന് ഞങ്ങൾ റെഡിയാക്കിയത്. അങ്ങനെ വേറെ വലിയ കറികളൊന്നും ഉണ്ടാക്കിയില്ല. ചക്ക ഉള്ളതുകൊണ്ട് വേറെ ആർക്കും വേറെ കറികളൊന്നും താല്പര്യവും ഇല്ല. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉച്ചക്കലത്തെ കറികൾ: സാമ്പാർ, ചക്ക, മീൻ. അങ്ങനെ ആ കൊച്ച് ഞാനും കൂടെ കഴിക്കുകയാണ്. ഇങ്ങനെ വെളിയിലിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എപ്പോഴും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം വെളിയിലിരുന്ന് കഴിക്കുന്നതാണ്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഉച്ചവരെയുള്ള കാര്യങ്ങൾ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം.